അപ്പോൾ ഈ കമൻറ്റ് ബേസിലാണ് ഇന്ന് നമ്മൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി ഇതുപോലെ ഒരു A4 എടുക്കുക, രണ്ടായി മടക്കി എടുക്കുക. ഇനി ഏതെങ്കിലും ഒരു തീമിൽ പിക്ചേഴ്സ് വരച്ചെടുക്കുക. ഞാൻ അപ്പോൾ സാൻഡ്രിയോൻ്റെ തീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി അങ്ങനെയൊക്കെ എഴുതിയെടുക്കുക. ഇനി ഇതുപോലെ സെല്ലോ ടാപ്പ് യൂസ് ചെയ്ത് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ബാലൻസ് വന്നത് അപ്പുറത്തേക്ക് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ അതാ രണ്ട് സൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ബാലൻസ് വന്ന് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാഗ് റെഡിയായി. ഇനി നമുക്ക് ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ക്വിഷ് എടുത്തിട്ടുണ്ട്. അതിടാൻ വേണ്ടിയുള്ള കവറാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ സ്ക്വിഷ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം സ്ക്വിഷിൻ്റെ കവറിൽ രണ്ട് സൈഡും ഇതുപോലെയാണ് സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ബ്ലൈൻഡ് ബാഗ് ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇതുപോലെ വൈമാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്ക്വിഷ് അതിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ടാപ്പ് യൂസ് ചെയ്തൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇത് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ട് മറ്റേലും സ്ക്വിഷ് ചെയ്യണം, നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ ചെയ്യാം. ഇനി ഇതുപോലെ ഞാൻ ഒരു പേപ്പറിൽ എപ്പിക് എന്നൊക്കെ എഴുതി അതും അതിൽ ഇട്ടെടുത്തിട്ട് ഓപ്പൺ എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാഗ്. ഇനി ഇതുപോലെ ക്ലോസ് ചെയ്യാൻ ഇതുപോലെ തന്നെ ഒരു സെല്ലോ ടാപ്പ് യൂസ് ചെയ്തൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് ബ്ലൈൻഡ് ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.